ഞാൻ ദിലീപിന്റെ പക്ഷം പിടിച്ച ഒരു ബിക്കോസ് ഹി വാസ് എ VIP ഒരു സിനിമാ താരമായതുകൊണ്ടാണ് ഞാൻ പോയി ദിലീപിനെ ഇങ്ങനെ കരിക്ക് കൊടുത്തത് മെത്ത കൊടുത്തത് എന്നൊക്കെയുള്ള അപവാദങ്ങൾ വന്നു. സ്പെഷ്യൽ ഫുഡ് കൊടുത്തു എന്നുള്ള അപവാദം വന്നു. അതിനുശേഷം ദിലീപും ഞാനും തമ്മിൽ പഴയ ബന്ധമുണ്ട് എന്ന് ഒരുപാട് പൈസ വാങ്ങിച്ചു. ഒരു വാട്സാപ്പ് ചാറ്റ് തന്നെ പുറത്തു വന്ന് പോലീസ് ലീക്ക് ചെയ്ത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ ദിലീപിന്റെ പക്ഷമാണ് ഞാൻ എന്ന് എനിക്ക് ആ ഒരു സമയത്ത് ബോധ്യം വന്നു. ഹി വാസ് നോട്ട് ഇൻവോൾവ് ഇൻ ദിസ്. ഈ കേസിനകത്ത് പ്രതി അല്ലാത്ത ഒരു വ്യക്തിയെ കുടുക്കിയതാണ് എന്നുള്ള എൻ്റെ ഉത്തമ ബോധ്യത്തിൽ എൻ്റെ ഒരു ആസ് എ പോലീസ് ഓഫീസർ ഞാൻ അന്വേഷിച്ചതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതും ഞാൻ കണ്ടുപിടിച്ചതുമായിട്ടുള്ള വസ്തുതകൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയണമല്ലോ എനിക്ക്. അപ്പം അങ്ങനെ ആ ഒരു സമയമായി എന്നപ്പോൾ ഞാനത് പറയണോ വേണ്ടയോ, കേസ് നിൽക്കുകയല്ലേ, കേസ് തീർന്നിട്ട് പോരെ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ കേസ് തീരാൻ പോണില്ല എന്ന് എനിക്കറിയായിരുന്നു. അതിങ്ങനെ മനഃപൂർവ്വം ഡ്രാഗ് ചെയ്ത് ഏതറ്റം വരെയും തീർത്ത് കഴിഞ്ഞാൽ പൊളിയുമല്ലോ. ചീട്ടുകൊട്ടാരം കെട്ടിപ്പൊക്കിയത് തീർന്നു കഴിഞ്ഞാൽ ഇത് വെറും കെട്ടിപ്പൊക്കിയതാണെന്ന് പറഞ്ഞാൽ എല്ലാം പൊളിയത്തില്ല. എത്ര പേർക്ക് അതിൽ നിന്ന് അപവാദം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അവരത് സമ്മതിക്കില്ല. ഈ ചെയ്തവരെല്ലാവരും അത് പരമാവധി നീട്ടി കൊണ്ടുപോകാനേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാലത്ത് തീരാൻ പോണില്ല എന്നുള്ള ഇപ്പം ഇത്രയും വർഷമായി, 7 വർഷമായി. കുറേ നാളും 4 വർഷം മുമ്പ് ഇപ്പം തീരും, നാളെ തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ എനിക്കറിയായിരുന്നു ഇത് ആ സമയത്ത് പറഞ്ഞില്ലെങ്കിലും അത് തീരാൻ പോണില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സമയമായി ഇങ്ങനെ ഒരു ഉൾവിളി വന്നപ്പോഴാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ആ വീഡിയോ ചെയ്തത് ഒരു ഉദ്ദേശം കൊണ്ടുമല്ല. എനിക്ക് ഒരാളെ ഇങ്ങനെ ഒരു പരിധി വിട്ട് അങ്ങോട്ട് ഹരാസ് ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് എനിക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വേറൊരാളും കൂടെ അവതരിച്ചു. അയാൾ വന്ന് വേറെ കുറെ കഥകൾ പറഞ്ഞു, കുറെ കേസും കൂടെ ആയി, പിന്നെ വേറെ ഒരു കേസായി, പിന്നെ അങ്ങനെ നീണ്ടു പോകുന്നതിനൊരു അന്ത്യം വേണ്ടേ എന്നൊരു ചിന്ത വന്നത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ വിഷ്ണുവിന് ഓർമ്മയുണ്ടോ, അതിനുശേഷവും പറഞ്ഞു ശ്രീലേഖയെ ചോദ്യം ചെയ്യും, ശ്രീലേഖയെ അറസ്റ്റ് ചെയ്യും, ശ്രീലേഖ കേസിൽ പ്രതിയാവും, കോടതി ശ്രീലേഖയെ വിളിക്കുമ്പോൾ മറുപടി പറയേണ്ടത്. ആരെന്ത് ചെയ്തു? ഒറ്റ മനുഷ്യരൊന്നും ചെയ്തില്ലല്ലോ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ പറഞ്ഞ 100% സത്യമാണ്. അതെ, കാരണം മാം അതിൽ പറയുന്ന ഓരോ പോയിന്റിലും മാം ശാസ്ത്രീയമായിട്ടുള്ള കുറെ ബാക്കിംഗ് കൂടി പറയുന്നുണ്ട്. 2 കത്തുകളിലെ കൈയക്ഷരം മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ ടവർ ലൊക്കേഷനിൽ എന്തുകൊണ്ടാണ് ദിലീപ് അവിടെ ഉണ്ടായിരുന്നത്, അന്ന് മറ്റു കുറെ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിന്റെ ലൊക്കേഷൻ ഞാൻ പറയുന്നത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഷ്യമല്ല ശരിക്കും. അത് കുറച്ചാളുകളെങ്കിലും അത് കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത് ശരിക്കും വേറൊരു സൈഡിൽ നിന്ന് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബാക്കിങ്ങോട് കൂടിയിട്ടാണ് എപ്പിസോഡ് പോകുന്നത്. അത് ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്തുകൊണ്ട് ആ ഒരു ആംഗിളിൽ ചിന്തിച്ചില്ല എന്നതുകൂടി നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് 75ാമത്തെ എപ്പിസോഡ്. താങ്ക് യു. ഞാൻ എല്ലാ സംഭവങ്ങളുടെയും ഇപ്പോൾ ഈ കേസിൻ്റെ മാത്രമല്ല, ദിലീപിൻ്റെ കേസ് എൻ്റെ മുന്നിൽ വന്നത് ഞാൻ ജയിൽ മേധാവിയായതും ദിലീപിൻ്റെ കീഴിലുള്ള ഒരു ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയായതുകൊണ്ടുമാണ്. പക്ഷേ എല്ലാ കേസുകളിലും ഞാൻ സർവീസിൻ്റെ ആദ്യം തൊട്ടെടുത്തിട്ടുള്ള എല്ലാ കേസുകളിലും ഞാൻ മറുഭാഗവും കൂടെ നോക്കും. അങ്ങനെ എൻ്റെ ഒരു സ്വഭാവമാണ്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ ഒരു ഫയൽ വരുന്നു, ആ ഫയലിനകത്ത് പ്രതി പിടിച്ചിട്ടില്ല, പക്ഷെ ഒരു സംശയമുള്ള പ്രതിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ തിരിച്ചിട്ടങ്ങ് നോക്കി, മിറർ ഇമേജ് എന്ന് പറയും. അത് തിരിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പെർസ്പെക്റ്റീവ് വേറെ കിട്ടും, വേറെ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇപ്പം വിഷ്ണുവിൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന പോലെയല്ല ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷെ അവിടെ നിന്ന് നോക്കിയാൽ എനിക്ക് വേറൊരു കാഴ്ച കാണാൻ പറ്റില്ല. അപ്പോൾ ഐ വാസ് ഓൾവേസ് ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന പെൺപ്രതികളില്ലേ, സ്ത്രീ പ്രതികളുടെ അവരുടെ കഥയും കൂടെ പറയാനായിട്ട് ഞാനൊരു വനിതയിൽ ഒരു കോളം എഴുതി, മറുപുറം എന്ന് പറഞ്ഞു. അപ്പോൾ അതും എനിക്ക് മറ്റു ഭാഗവും കൂടെ കാണാം. അതൊന്നും ഒരിക്കലും ആരും കാണില്ല. അപ്പോൾ ഓൾവേസ് വിക്ടിമിൻ്റെ സൈഡ് മാത്രമല്ല, ക്രിമിനൽ സൈഡും കൂടെ നമ്മൾ നോക്കിയാലേ ഒരു ഫുൾ പിക്ചർ കിട്ടൂ എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ദിലീപിൻ്റെ കേസിലും അതുതന്നെയാണ് ചെയ്തത്. എനിക്കും വിശ്വസിക്കാൻ ഇഷ്ടമായിരുന്നു. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കാര്യമാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കേസാണ്. അപ്പം ഞാൻ ആ പെണ്ണിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. ടിൽ ഈ ദിലീപിനെ ഞാൻ കാണുന്നത് വരെ, ജയിലിൽ ഇങ്ങനെ അവശ നിലയിൽ കാണുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞ് അതിനെപ്പറ്റി സംസാരം കേട്ട് അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി, പിന്നെ ആളുകളോട് ചോദിച്ചു, ഞാൻ കേസ് പഠിച്ചു, അതിൻ്റെ ഫുൾ കാര്യങ്ങൾ മനസ്സിലായി. ഒരു DGP തന്നെ പറയുന്നു അത് ഞങ്ങൾ തെളിവിന് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത എവിഡൻസ് എന്ന് പറയുന്നു. അൺബിലീവബിൾ, വിശ്വസിക്കാൻ പറ്റൂല. അപ്പം അതിൻ്റെ പുറകിലുള്ള ആൾക്കാർ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, ഇതെല്ലാം ഇപ്പോൾ ക്ലിയർ ആണത്. പക്ഷേ എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമല്ല. പക്ഷേ ആ സത്യം ഇതാണ് എന്നറിയുന്ന കാര്യങ്ങൾ എനിക്ക് പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ ആ തോന്നുന്ന സമയത്ത് എനിക്കത് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അകത്തിരുന്ന് ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും മാമിനൊരു ഞാൻ എന്തിനാ ഇത് ചെയ്തത്, ഐ എം ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് തോന്നിയ നിമിഷങ്ങൾ, അല്ലെങ്കിൽ തീർത്തും ശൂന്യത അനുഭവപ്പെട്ട നിമിഷങ്ങളുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മാം ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ടൊരു വെടിവെപ്പ് വിഷയം ഉണ്ടാകുന്നത്. അതിലൊരു മറുപുറം മാം കൃത്യമായി അന്നത്തെ മുഖ്യമന്ത്രിയോട് ബ്രീഫ് ചെയ്തിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നു അതല്ല, എനിക്ക് ഓൾറെഡി അതിനേക്കാൾ ബെറ്റർ വേർഷൻ, അല്ലെങ്കിൽ അതിനേക്കാൾ ട്രൂത്ത്ഫുൾ ആയ വേർഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ മാമിൻ്റെ കയ്യിൽ അപ്പോഴും അതിന് ഏറെക്കുറെ അതുമല്ലാത്ത മറ്റൊരു വേർഷൻ കയ്യിലുണ്ട് താനും.
വിശ്വാസയോഗ്യമായ ഒരു വേർഷൻ ഉണ്ട്. പക്ഷെ മാധ്യമങ്ങളിലെല്ലാം വന്നതും എല്ലാവർക്കും അറിയാവുന്നതും മുഖ്യമന്ത്രി പറഞ്ഞ വേർഷനാണ്. അപ്പൊ പിന്നെ ഞാൻ എന്തിനായിരുന്നു ഇത് ചെയ്തതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്, പലപ്പോഴും ഉണ്ട്. എല്ലാ ചില കേസുകളിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് കൊണ്ടുപോകുന്ന കോടതിയിൽ പ്രസന്റ് ചെയ്യുന്ന കേസുകളിൽ എത്ര എവിഡൻസ് കൊടുത്താലും ചിലപ്പം കോടതി വേറെ ഭാഗത്തെ വിശ്വസിച്ചുകൊണ്ടൊരു ഓർഡർ പാസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇപ്പം ചില ആളുകളെ ശിക്ഷിക്കാതെ വെറുതെ വിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചു പോകുമ്പോൾ ഒരു ശിക്ഷ കിട്ടി കിടക്കുന്നത് കാണുമ്പോൾ, അതൊക്കെ നമ്മൾ ഇപ്പം എന്തിനാണ് എന്നൊക്കെ തോന്നാറുണ്ട്. അയ്യോ, വളരെ നമ്മൾ ഇത്രയും പ്രവൃത്തി എടുത്തിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരു ഫലവും ഉണ്ടായില്ലല്ലോ എന്ന് തോന്നുന്ന അവസരം വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തു എന്നുള്ള കാര്യം എന്നെ പലപ്പോഴും സമാധാനപ്പെടുത്തും. കാരണം ഞാനത് പറയാതെ, ഇപ്പം എനിക്കറിയാത്തത് കൊണ്ടാണ് നമ്മളീ പോയി പറയുന്നത്. മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ആസ് എൻ ഓഫീസർ ഐ എം ബൗണ്ട് ടു ടെൽ ഹിം ദിസ്. അപ്പം ഞാനത് പോയി പറഞ്ഞു എന്നുള്ള സമാധാനം എനിക്ക് കിട്ടുന്ന തിരിച്ചടിയാണെങ്കിലും, ഇത് ശരിയല്ല, ഇതാണ് ശരി എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്കുള്ള സമാധാനവും ചാരിതാർത്ഥ്യവും എന്താണ്, ഞാൻ പറയേണ്ട കാര്യം, ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഞാൻ ചെയ്തു, ഞാൻ പറയാനുള്ളത് ഞാൻ ചെയ്തു, അത് ഓർത്ത് ഞാൻ സമാധാനം. ആ, ദിലീപിന്റെ കാര്യത്തിലും ഞാൻ ചെന്നത് കാര്യങ്ങളെല്ലാം എല്ലാവരോടും വിശദീകരിച്ചു, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് വിശദീകരിച്ചു. പക്ഷെ അവർക്കൊക്കെ അത് അറിയാം എന്നുള്ളതാണ് അവർക്കൊക്കെ ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ളത് അറിയാം. പക്ഷെ ദേ വോണ്ട് അക്സെപ്റ്റ് ഇറ്റ്. അത് നടക്കട്ടെ, കേസല്ലേ, നടക്കട്ടെ, അതൊക്കെ ആയിരിക്കും, പക്ഷെ നടക്കട്ടെ എന്നുള്ള മട്ടി പറയുമ്പോൾ അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇവർക്കതെല്ലാം അറിയാം. അതുകൊണ്ടാണ് എനിക്കെതിരെ നടപടി എടുക്കാത്തത്. വീഡിയോ എടുത്തിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നതും അതുകൊണ്ടാണ്. എന്ത് ചെയ്യും അവര്? ചെയ്യാനും എന്തെങ്കിലും കാര്യം വേണ്ടേ? അപ്പൊ ചെയ്യും ഇങ്ങനെ മീഡിയാസ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ശ്രീലേഖ അറസ്റ്റ് ചെയ്യും, ശ്രീലേഖ ചോദ്യം ചെയ്യാണ്ടാണ്ട് ഇപ്പം CBI വരും, ഇപ്പം അത് കേസ് വരും. ഇപ്പൊ തന്നെ ഞാൻ BJP-യിൽ അംഗത്വം എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണ്, ED-ക്കാരെ പേടിച്ചിട്ടാണ്. ED-ക്കാരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പേടിയുണ്ടെങ്കിൽ ഞാൻ എന്തിനാ BJP ചെയ്തു? കേസ് വേണ്ടേ? എന്തെങ്കിലും ഒരു കേസ് വേണ്ടേ എനിക്കെതിരെ? അല്ല, അത് ഹൗ സില്ലി ഈസ് ദിസ് ടു സേ ദിസ്. മാമിനെ പോലെ ഒരാള് എത്ര ഫ്ലിംസി ആയിട്ട് ആലോചിക്കണം ദാറ്റ് ഒരു പാർട്ടി ജോയിൻ ചെയ്താൽ, അതും ഭരിക്കുന്ന പാർട്ടി ജോയിൻ ചെയ്ത് ED-യുടെ അന്വേഷണം വരെ അത് ഒരു പ്രത്യേകതരം ഭാവനയിൽ നിന്ന് വരുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല എന്താന്ന്. അല്ല, ചാണകക്കുഴി വീണു എന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ED, അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. ED-യെ പേടിയാണ്, ED-യെ പേടിച്ചിട്ടാണ് ഞാൻ BJP ചേർന്നത്. എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. അത്രയും കാലം എടുത്തു ഒരു വനിത നമ്മുടെ ഫോഴ്സിലേക്ക് വരാൻ എന്നുള്ളത് നമ്മുടെ എത്രത്തോട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അതായത് ജെൻഡർ വൈസ് നമ്മൾ ന്യൂട്രലാണ്, അല്ലെങ്കിൽ ജെൻഡർ വൈസ് നമുക്ക് ഇക്വാലിറ്റി കൊണ്ടുവരാൻ വന്നിട്ടുണ്ട്. മാമിൻ്റെ ഈ ഒരു സ്പാൻ ഓഫ് 33.5 വർഷത്തിൽ എന്താ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? ജെൻഡർ ഇക്വാളിറ്റി ഇപ്പോഴും ഇല്ല, കേരളത്തിലും അല്ല, എനിക്ക് തോന്നുന്നില്ല ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല.